ഈ ടെലിപ്രോംപ്റ്റർ നോക്കി വായിക്കുന്ന ടെലിപ്രോംപ്റ്റർ ഓഫാകുന്ന നിമിഷം പറഞ്ഞു വന്ന വരി പോലും പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഘട്ടം മുതൽ മാധ്യമങ്ങളെ ഒന്നാകെ വിലക്കെടുക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമങ്ങളെയും ഇന്ന് ഗോദി മീഡിയ എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് മുന്നിൽ രണ്ട് സാധ്യതകളാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നുകിൽ അവർ നൽകുന്ന നക്കാപ്പിച്ച വാങ്ങി മിണ്ടാതെ അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുക, അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ച ശേഷം നെഞ്ചത്തൊരു വെടിയുണ്ട തറയ്ക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുക. ഗാന്ധി മുതൽ ഗൗരി ലങ്കേഷ് വരെ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. അത് ഈ മാധ്യമങ്ങളെ മോദിക്കും BJPക്കും വിലക്കെടുക്കാനാകാത്തത് കൊണ്ടല്ല, പകരം BJPയുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ പൊള്ളത്തരം ആ നിമിഷം തന്നെ തുറന്നു കാട്ടാൻ തയ്യാറാകുന്ന ഒരു വലിയ പൊതുജനം, ഒരു പൊതുസമൂഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാലത്ത്, അങ്ങനെ ഒരു സമൂഹത്തിൽ സുലേഖ, ഈ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം വാസ്തവത്തിൽ ശ്രമകരമാണ്. അവിടെയാണ് പണം കൊണ്ട് നിശബ്ദരാക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള മാധ്യമങ്ങളെ നിരന്തരം ആക്ഷേപം ഉന്നയിച്ച് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ് നിശബ്ദരാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിലേറ്റവും വലിയ ഇരയാണ് എല്ലാ കാലത്തും കൈരളി എന്നുള്ളത് നമ്മൾ കാണുന്നതുമാണ്.